ഹായ് ഓൾ, നമ്മൾ 8th സ്റ്റാൻഡേർഡിലെ ഇക്വേഷൻ സമവാക്യങ്ങൾ എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് അതിൻ്റെ മറ്റൊരു പോർഷനാണ് ഡിഫറെൻറ്റ് ചേഞ്ചസ്, പലവിധ മാറ്റങ്ങൾ. ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്, അത് നമുക്ക് ആദ്യം നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം, 23 rupees was spent in buying 2 notebooks and a pen of 3 rupees. What is the price of a notebook? 2 നോട്ട് പുസ്തകവും 3 രൂപ വിലയുള്ള ഒരു പേനയും വാങ്ങിയപ്പോൾ 23 രൂപ ചെലവായി. ഒരു നോട്ട് പുസ്തകത്തിന്റെ വില എത്രയാണെന്നാണ് ചോദിച്ചിരുന്നത്. അപ്പം എന്തൊക്കെയാ വാങ്ങിച്ചത്? 2 നോട്ട് ബുക്സ് വാങ്ങിച്ചു. പിന്നെന്താ വാങ്ങിച്ചത്? 2 നോട്ട് ബുക്കും ഒരു പേനയും. ഇത് രണ്ടും കൂടി വാങ്ങിച്ചപ്പോൾ 23 രൂപ ചെലവായി. ഇനി നോട്ട് ബുക്കിന് എത്ര രൂപയാന്ന് നമുക്കറിയില്ല, 2 നോട്ട് ബുക്കിന്റെ വില നമുക്കറിയില്ല. പ്ലസ് ഒരു പേനയുടെ വില നമുക്ക് തന്നിട്ടുണ്ട്. 3 രൂപ വിലയുള്ള ഒരു പേനയായിരുന്നു വാങ്ങിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. 3 രൂപ വിലയുള്ള ഒരു പേനയും തന്നിട്ടുണ്ട്. മൊത്തം 23 രൂപ. അപ്പൊ 2 നോട്ട് ബുക്കിനും ഒരു പേനയ്ക്കും കൂടി ചിലവായത് 23 രൂപയാണ്. ഒരു നോട്ട് ബുക്കിന്റെ വില നമുക്ക് അറിയില്ല. ഒരു പേനയ്ക്ക് 3 രൂപ വിലയാണ്. 3 രൂപ വിലയുള്ള ഒരു പേനയാണ് വാങ്ങിച്ചതെന്നും പറഞ്ഞു. ഇനി ഇവിടുന്ന് 2 നോട്ട് ബുക്കിന്റെ വില കിട്ടാനായിട്ട് എന്ത് ചെയ്യും? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാണ്. അതിനെ അവിടെ തന്നെ നിർത്തുക. നമ്മൾ പറഞ്ഞു 23 റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത് 23 ആണ് അല്ലേ? ഈക്വൽ ടുന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത് 23 ആണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഈ +3നെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ, വലതുവശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തായിട്ട് മാറും? ഈ പ്ലസ് സൈൻ എന്തായിട്ട് മാറും? മൈനസ് സൈൻ ആയിട്ട് മാറും. അപ്പോൾ 23 + 3 അപ്പുറത്തേക്ക് പോകുമ്പോൾ -3 ആയിട്ട് മാറും. അപ്പം എന്ത് കിട്ടും? 20 ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് കിട്ടി. ഇപ്പൊ നമുക്ക് കിട്ടിയ വില എന്താ? 2 നോട്ട് ബുക്കിന് 20 രൂപയാണ്. അപ്പോൾ 2 നോട്ട് ബുക്കിന്റെ വിലയാണ് 20 രൂപ. ഇങ്ങനെ എഴുതാം. 2 ഇൻറ്റു നോട്ട് ബുക്കിന്റെ വില. നോട്ട് ബുക്കിന്റെ വില എത്രയാണോ അത് ഇൻറ്റു 2 നോട്ട് ബുക്കിന്റെ വില എന്ന് പറയുന്നത് 20 രൂപയാണെങ്കിൽ നോട്ട് ബുക്കിന്റെ വില എത്രയായിരിക്കും? നോട്ട് ബുക്കിന്റെ വില 20 ഇവിടെ ഇൻറ്റു ചെയ്യാനുള്ളത് ഈക്വൽ ടുന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷൻ ആവും. അപ്പോൾ 10 rupees, 10 രൂപയാണ് നോട്ട് ബുക്കിന്റെ വില. നമ്മൾ എങ്ങനെ പറഞ്ഞത്? ഈക്വൽ ടുന് റൈറ്റ് ഹാൻഡ് സൈഡ് ഉണ്ട്, വലതുവശവും RHS, ഇടതുവശം LHS, ഇങ്ങനെയാ പറഞ്ഞത്. ഇനി LHS പ്ലസ് ഈക്വൽ ടുന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ആവും. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് വന്നാലും ഇവിടുന്ന് ഇങ്ങോട്ട് വന്നാലും ഇതേ വ്യത്യാസം തന്നെ, മൈനസ് പ്ലസ് ആവും, ഓപ്പോസിറ്റ് സൈൻ ആയിട്ട് മാറും. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് പോയാലും 2 കേസിലും സൈൻ ഓപ്പോസിറ്റ് ആവും. പ്ലസ് മൈനസ് ആവും, മൈനസ് പ്ലസ് ആവും, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആവും. ഗുണിക്കാനുള്ളത് ഹരിക്കാനാകും, ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആവും, ഹരിക്കാനുള്ളത് ഗുണിക്കാനാകും. അപ്പോൾ ഇത് നമ്മൾ ഈ ചാപ്റ്ററിലുടനീളം നമുക്ക് ആവശ്യമുള്ളതാണ്, പഠിച്ചേക്കാം. അപ്പം നമുക്ക് കിട്ടി ഒരു നോട്ട് ബുക്കിന് 10 രൂപയാണ് കിട്ടി. നമുക്ക് ഇന്ന് നോക്കാം. ഒരു നോട്ട് ബുക്കിന് 10 രൂപ. അങ്ങനെ 2 നോട്ട് ബുക്ക് എന്ന് പറയുന്നത് 2 × 10 20 രൂപ ആണല്ലോ. 2 × 10 20 rupees. ഇനി അതിൻ്റെ കൂടെ ഒരു പേനയുടെ വില എത്രയായിരുന്നു? 3 രൂപ. 23 രൂപയാണ് ആകെ ചിലവായത്. കിട്ടിയല്ലോ. ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആദ്യം തന്നെ ഒരു ഇക്വേഷൻ ഫോമിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വേഗം ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ഇനി അതിൻ്റെ അകത്തുള്ള സെക്കൻഡ് എക്സാമ്പിൾ നോക്കാം. When a number is tripled and 2 added, it became 50. What is the number? ഒരു സംഖ്യയുടെ 3 മടങ്ങിനോട് 2 കൂട്ടിയപ്പോൾ 50 ആയി. സംഖ്യ ഏതാണ്? ഒരു സംഖ്യ ഇങ്ങനെ അസ്യൂം ചെയ്യാം. സംഖ്യ ഏതാ നമുക്കറിയില്ല. ഒരു സംഖ്യയുടെ 3 മടങ്ങ്. സംഖ്യയുടെ 3 മടങ്ങ് എന്ന് പറയുന്നത് 3 ഇൻറ്റു ആ സംഖ്യ എന്നല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ സംഖ്യയുടെ 3 മടങ്ങ് എന്ന് പറയുമ്പോൾ ഇൻറ്റു 3.
അപ്പോൾ കിട്ടുന്ന സംഖ്യ. ദെൻ ആ സംഖ്യയോട് വീണ്ടും എത്ര കൂട്ടി? 2 കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 50 കിട്ടി. അപ്പോൾ എന്താ പറഞ്ഞേ? ഒരു സംഖ്യ when a number is tripled, അപ്പോൾ ആ നമ്പറിനെ 3 മടങ്ങ് and 2 added, ആ 3 മടങ്ങിനോട് 2 കൂട്ടി, അപ്പോൾ 50 കിട്ടി. എങ്കിൽ നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട നമ്പർ ഇതാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ച നമ്പർ ഇതാണ്. ഇങ്ങനെയും തന്നിട്ടുണ്ട്. ഇനി നോക്കാം, നമുക്കിത് തിരിച്ച് നോക്കാം. ഇത്രയും പോർഷൻ എടുക്കാം. ഏതോ ഒരു നമ്പറിനോട് 2 കൂട്ടിയപ്പോഴാണ് 50 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഏതോ ഒരു നമ്പറിനോട് 2 കൂട്ടിയപ്പോൾ 50 കിട്ടി. അങ്ങനെ നമ്പർ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? 50 ഈ +2 വലതുവശത്തേക്ക് പോകുമ്പോൾ, റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും? -2 ആയിട്ട് മാറും. 48. അപ്പോൾ നമുക്ക് ഇവിടുത്തെ നമ്പർ കിട്ടി, 48 എന്ന് കിട്ടി. ഇനി ഈ ഭാഗം നോക്കാം, ഇത്രയും ഭാഗം നോക്കാം. ഏതോ ഒരു നമ്പറിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് എന്ത് കിട്ടിയത്? ഈ 48 എന്ന് പറയുന്ന നമ്പർ കിട്ടിയത്. ഏതോ ഒരു നമ്പറിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 48 എന്ന് പറഞ്ഞ നമ്പർ കിട്ടി. അപ്പോൾ ഏതോ ഒരു നമ്പറിനെ 3 കൊണ്ട് ഗുണിച്ചപ്പോൾ 48 കിട്ടിയെങ്കിൽ നമുക്കറിയാലോ ഈ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത് അവിടെ തന്നെ നിർത്താം, വലതുവശത്തുള്ളത് അവിടെ തന്നെ നിർത്താം. ഇവിടെ × 3 ആണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ എങ്കിൽ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും? ഡിവിഷൻ ആയിട്ട് മാറും. 48/3 എത്രയാണ്? 3 3 18. 6 × 3 18. 16 കിട്ടി. അപ്പോൾ നമുക്ക് നമ്പർ ഏതാന്ന് കിട്ടി? 16 കിട്ടി. ഇനി നോക്കാം നമുക്ക് ശരിയാണോന്ന്. ഏതോ ഒരു നമ്പറിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഏതോ ഒരു നമ്പർ എന്ന് പറയുന്ന നമ്പർ നമുക്ക് 60 എന്ന് കിട്ടി. അപ്പോൾ 6 × 3 6 3 18 18. 1 × 3 1 × 3 3 +1 4 48 കിട്ടി. അതാണല്ലോ നമുക്കിവിടെ കിട്ടിയത്. ആ 48ൻ്റെ കൂടെ പിന്നെ എന്താ പറഞ്ഞത്? when a number is tripled and added 2, അല്ലേ? ആ 48ൻ്റെ കൂടെ 2 കൂട്ടി. ഒരു നമ്പറിൻ്റെ 3 മടങ്ങിനോട് 2 കൂട്ടി. 8 2 10 1 5. 48 + 2 50. 48 + 2 50. ശരിയാണല്ലോ. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ ശരിയാണോ നോക്കാൻ വേണ്ടിയിട്ട് നേരെ ഓപ്പോസിറ്റ്, ആ ക്വസ്റ്റ്യൻ്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് കിട്ടിയ ആൻസർ വെച്ചിട്ട് വീണ്ടും ചെയ്ത് നോക്കുക. അപ്പോൾ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇനി നെക്സ്റ്റ് ഒരു എക്സാമ്പിളും കൂടി ഉണ്ട്, അതും കൂടി നോക്കാം. When a number is tripled and 2 subtracted, it became 40. What is the number? ഇതേപോലുള്ളൊരു കണക്കാണ്. എങ്ങനെയാണ് പറഞ്ഞത്? ഒരു സംഖ്യയുടെ 3 മടങ്ങിൽ നിന്ന് 2 കുറച്ചപ്പോൾ 40 സംഖ്യ ഏത്? ഒരു സംഖ്യയുടെ ഏതോ ഒരു സംഖ്യ, ആ സംഖ്യയുടെ 3 മടങ്ങ് എന്ത് ചെയ്യണം? × 3 ചെയ്യണം. 4 മടങ്ങാണെങ്കിൽ × 4. അപ്പോൾ ഇവിടെ 3 മടങ്ങ്. അപ്പോൾ നമുക്കൊരു സംഖ്യ കിട്ടും. പിന്നെന്താ പറഞ്ഞത്? 2 കുറച്ചു. ഇനി ആ കിട്ടുന്ന ഒരു സംഖ്യയുടെ 3 മടങ്ങ്. when a number is tripled and subtracted 2, 2 കുറച്ചു. അപ്പോൾ എന്ത് കിട്ടി? 40 കിട്ടി. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് ദ നമ്പർ? ഈ നമ്പറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഈ പോർഷൻ എടുക്കുക. ഫസ്റ്റ് ഇതെടുക്കുക. അപ്പം എന്ത് കിട്ടി? ഏതോ ഒരു നമ്പറിൽ നിന്ന് 2 കുറച്ചപ്പോഴാണ് 40 കിട്ടിയത്. ആണല്ലോ. ഏതോ ഒരു നമ്പർ, ഒരു അൺനോൺ നമ്പറാണ്, അതിൻ്റെ അകത്ത് നിന്ന് 2 മൈനസ് ചെയ്തപ്പോൾ 40 കിട്ടി. ഇനി നമുക്ക് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനവിടെ തന്നെ നിർത്താം. റൈറ്റ് ഹാൻഡ് സൈഡിൽ 40 ഉണ്ട്. 40 - 2 ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ, ഇടതുവശത്ത് നിന്ന് വലതുവശത്തേക്ക് പോകുമ്പോൾ +2 ആയിട്ട് മാറി.
അപ്പോൾ നമുക്ക് 42 കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള നമ്പർ എന്ത് കിട്ടി? 42 എന്ന് കിട്ടി. ഈ നമ്പർ 42 എന്ന് കിട്ടി. ഇനിയോ, ഇനി ഇത്രയും പോർഷൻ നോക്കാം. ഏതോ ഒരു നമ്പറിൻ്റെ 3 മടങ്ങാണ് നമുക്ക് കിട്ടിയ ഈ 42. ഏതോ ഒരു നമ്പറിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അല്ലെങ്കിൽ 3 മടങ്ങ്. അപ്പോൾ എത്ര കിട്ടി? 42 കിട്ടി. ഇനി നമുക്ക് ഇത് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. കണ്ടുപിടിക്കാനായിട്ട് അതിനവിടെ തന്നെ നിർത്തുക. 42 റൈറ്റ് ഹാൻഡ് സൈഡിലുണ്ട്, വലത് സൈഡിൽ 42 ഉണ്ട്. ഇവിടെ ഇൻറ്റു 3 ആണ്, മൾട്ടിപ്ലൈഡ് ബൈ 3 എന്നാണ്. അത് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ, വലത് വശത്തേക്ക് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 3. എത്ര കിട്ടി? 14 കിട്ടി. അപ്പോൾ എന്താ ചെയ്തത്? ആദ്യം തന്നെ ഫസ്റ്റ് പോർഷൻ എടുത്തു. ഏതോ നമ്പറിൽ നിന്ന് -2 ചെയ്തപ്പോൾ 40 കിട്ടി. അപ്പോൾ നമുക്ക് നമ്പർ 42. 42ന്ന് 2 കുറച്ചപ്പോഴാണ് നമുക്ക് 40 കിട്ടിയത്. ഇനി ഇത് ശരിയാണോ നോക്കാം. നമുക്ക് കിട്ടിയ നമ്പർ, ഇവിടുത്തെ നമ്പർ എത്ര കിട്ടി? 14 എന്നാണ് കിട്ടിയല്ലേ. 14 14 ഇൻറ്റു 3, 14 ഗുണിക്കണം 3, 3 12, 42 കിട്ടി. അത് കിട്ടിയല്ലോ. ഇനി ഈ 42ൽ നിന്ന് 2 മൈനസ് ചെയ്തു. When a number is tripled and subtracted 2 from this number, then 2 minus 2 0, then 40. ആൻസർ 14 കിട്ടുന്നുണ്ടല്ലോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. When a fourth of a number is added to the number 30 is got, what is the number? ഒരു സംഖ്യയോട് അതിൻ്റെ 1/4 കൂട്ടിയപ്പോൾ 30 കിട്ടി. സംഖ്യ ഏതാണ്? ഇപ്പോൾ ഒരു സംഖ്യ ആ സംഖ്യയുടെ കൂടെ ഇപ്പോൾ ഒരു സംഖ്യ ഇങ്ങനെ ഇട്ടേക്കുന്നത്, ആ സംഖ്യയുടെ കൂടെ ആ സംഖ്യയുടെ 1/4 കൂട്ടി. അപ്പോൾ ഇത് ഒരു സംഖ്യയായിരുന്നു. ആ സംഖ്യയുടെ 1/4 എന്ന് പറയുന്നത് ഈ പോർഷൻ ആണല്ലോ, 4ൽ ഒരു ഭാഗം കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 30 കിട്ടി. ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് സംഖ്യയുടെ ഒരു സംഖ്യ കംപ്ലീറ്റ് ഉണ്ട്. അപ്പോൾ 4ൽ 4 ഭാഗമുണ്ട് അല്ലേ. പ്ലസ് പിന്നെന്തേ, അതേ സംഖ്യയുടെ 4ൽ ഒരു ഭാഗവും കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 30 കിട്ടി. ഇനി പ്രോബ്ലം സോൾവ് ചെയ്യാലോ. ഡിനോമിനേറ്റർ രണ്ടിടത്തും 4ആണ്. മുകളിൽ കൂട്ടി ചെയ്താൽ 4 + 1 5. 5/4 നമുക്ക് സംഖ്യ അറിയോ? ഇല്ല. സംഖ്യ എന്ന് പറയുന്നത് എക്സ് ആയിട്ട് എടുക്കുക. അപ്പോൾ ഏതോ ഒരു സംഖ്യയുടെ 5/4 ഭാഗമാണ് ഈ 30 എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു സംഖ്യ, ആ സംഖ്യയും ആ സംഖ്യയുടെ 4ൽ ഒരു ഭാഗവും കൂടി കൂട്ടിയപ്പോൾ 30 കിട്ടി. അപ്പം ഇങ്ങനെ എഴുതാം. എക്സ് എന്ന് പറയുന്ന സംഖ്യ അതിൻ്റെ 4/4 ഭാഗമാണ് ഫസ്റ്റത്തത്. പിന്നെ അതിൻ്റെ കൂടെ അതേ സംഖ്യയുടെ 4ൽ ഒരു ഭാഗം കൂടി കൂട്ടിയപ്പോൾ 30 കിട്ടി. അപ്പോൾ ഇങ്ങനെ വരും. ഇത് 5/4 എക്സ് എന്ന് പറയുന്നത് 30 എന്ന് കിട്ടി. ഇനി നമുക്ക് ചെയ്യാലോ. എക്സ് ഇവിടെ നിർത്തുക. ഇതിൻ്റെ ഇടയ്ക്കുള്ള സൈൻ എന്തായിരിക്കും? മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. എക്സ് ഇവിടെ നിർത്തുക. 30 റൈറ്റ് സൈഡിലുണ്ട്. ഇനി ഈ 5/4 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും? മൾട്ടിപ്ലിക്കേഷൻ ഉള്ളത് ഡിവിഷൻ ആയിട്ട് മാറും. ഇങ്ങനെ ഒരു മൾട്ടിപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ഡിവിഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ചെയ്യുക? റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ. 30 ഇൻറ്റു 5/4ൻ്റെ റെസിപ്രോക്കൽ 4/5. 4/5 നേരെ തിരിച്ചു വിടാം. ഇനി നോക്കുക. 5ഉം 13 വിട്ടുമല്ലോ. 6 × 5 30. 6 × 4 24. അപ്പം എന്താ കിട്ടി? നമ്പർ നമുക്ക് 24 എന്ന് കിട്ടി. ഒന്നുകൂടി പറയാം. ഒരു സംഖ്യ എക്സ്, ഒരു സംഖ്യ എന്ന് പറയുന്നത് 4 ഭാഗമുള്ള ഒരു സംഖ്യ ആണെങ്കിൽ
മൊത്തം എന്ന് പറയുന്നത് 4 4 ഭാഗവും ഒരു സംഖ്യ ഫുള്ള്. ദെൻ അതേ സംഖ്യയുടെ ഈ ഒരു പോർഷൻ അതാണ് അത്. അപ്പോൾ ഇവിടെ 4/4 ഭാഗമുണ്ട്, കംപ്ലീറ്റ് സംഖ്യയുണ്ട്. ഇവിടെ അതിൻ്റെ അകത്ത് ഒരു ഭാഗം, അപ്പം 4 ഒരു ഭാഗം എന്ന് പറയുന്നത് 30 ഇനി ഇപ്പം ആ നമ്പറിൻ്റെ 4/4 ഭാഗവും അതിൻ്റെ അതേ നമ്പറിൻ്റെ തന്നെ 1/4 ഭാഗം എന്ന് പറയുന്നത് 5/4 ഭാഗം. അപ്പോൾ 5/4 ഭാഗം ഓഫ് ആ നമ്പർ, നമുക്കറിയാത്ത നമ്പർ എന്ന് പറയുന്നത് 30 പറഞ്ഞിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, എക്സിനെ അവിടെ നിർത്തി, റൈറ്റ് സൈഡിലുള്ള 30 വലതുവശത്തുള്ള 30 അവിടെ വെച്ചു. ഈ 5/4 ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ, അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷനായി. ഡിവിഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യൽ, ആ നമ്പറിൻ്റെ റെസിപ്രോക്കൽ അല്ലെങ്കിൽ വിൽക്രമം എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി, 24 കിട്ടി. ഇങ്ങനെയാണ് ഇത് കിട്ടുന്നത്. ഇനി ഇത് കറക്റ്റ് ആണോ നോക്കാം. ഒരു നമ്പർ എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി, 24 കിട്ടി. ആ നമ്പറും ആ നമ്പറിൻ്റെ അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്പർ 24 പ്ലസ് ആ നമ്പറിൻ്റെ 1/4 ഭാഗം 24 ഇൻറ്റു 1/4 1/4 ഭാഗം കൂടി കൂട്ടിയപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്, 30 കിട്ടിയത്. നോക്കാൻ കിട്ടുന്നുണ്ടോന്ന്. 24 പ്ലസ് 24/4 24 ഇൻറ്റു 1 24/4 ഇങ്ങനെയല്ലേ വരിക. ഇനി എങ്ങനെ ചെയ്യും, ഇങ്ങനെ കിട്ടിയല്ലേ. നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലോ, 24 ഇൻറ്റു 4 ഈ വെട്ടി കുറയ്ക്കാം. ഇതിന് 4 വെട്ടാലോ, 6 ഇൻറ്റു 4 24 24 മാറും. അടിയിൽ ഇനി എന്തെങ്കിലും ഉണ്ടോ, ഇല്ല. അപ്പോൾ 24 + 6 30 കിട്ടും. അപ്പം നമുക്ക് കിട്ടിയല്ലോ. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം കണ്ടുപിടിക്കുന്നത്. ഇനി ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 37 പ്രോബ്ലംസ് ആണ്. First problem, Anita and her friends bought pens. For 5 pens bought together, they got a discount of 3 rupees and it cost them 32 rupees. Had they bought the pens separately, how much would each have to spend? എന്താ പറഞ്ഞത്, അനിതയും കൂട്ടുകാരും കൂടി പേന വാങ്ങി. 5 പേന ഒന്നിച്ചു വാങ്ങിയപ്പോൾ ആകെ വിലയിൽ നിന്ന് 3 രൂപ കുറവ് കിട്ടി. അവർക്ക് 32 രൂപയാണ് ചിലവായത്. ഓരോന്നായി വാങ്ങിയിരുന്നെങ്കിൽ എത്ര രൂപ വീതം കൊടുക്കണമായിരുന്നു. അപ്പോൾ അനിതയും ഫ്രണ്ട്സും കൂടി എത്ര പേനയാണ് വാങ്ങിയത്, എത്ര പേന വാങ്ങി, 5 പെൻ. അനിതയും ഫ്രണ്ട്സും കൂടി 5 പേന വാങ്ങി. എത്ര രൂപ ഡിസ്കൗണ്ട് കിട്ടിയത്, 5 എണ്ണം ഒരുമിച്ച് വാങ്ങിയത് കൊണ്ട് കടക്കാരൻ 3 രൂപ അവർക്ക് ഡിസ്കൗണ്ട് കൊടുത്തല്ലേ. ഡിസ്കൗണ്ട് കിട്ടിയത് 3 രൂപ ഡിസ്കൗണ്ടും കിട്ടി. അവരുടെ ടോട്ടൽ എക്സ്പെൻസ് എത്രയാണ്, പേനയ്ക്ക് മൊത്തം എത്ര രൂപയാണ് വാങ്ങിച്ചത്, 32 rupees. ടോട്ടൽ എക്സ്പെൻസ് അപ്പോൾ എത്രയാണ്, 32 rupees. അപ്പോൾ അനിതയും കൂട്ടുകാരും കൂടി 5 പേന വാങ്ങിച്ചു. 3 രൂപ പേന വാങ്ങിയപ്പോൾ ഡിസ്കൗണ്ട് കിട്ടി. മൊത്തം 32 രൂപയാണ് ചിലവായത്. അങ്ങനെയാണ് പേന ഡിസ്കൗണ്ട് കിട്ടാതെ വാങ്ങുകയാണെങ്കിൽ അവർക്ക് പേനയ്ക്ക് എത്ര രൂപ കൊടുക്കേണ്ടി വരുമായിരുന്നു. ഡിസ്കൗണ്ട് ഒന്നും ഇല്ലെങ്കിൽ പേനയുടെ വില എത്രയായിരിക്കും, 32ന്റെ കൂടെ 3 കൂടി കൂട്ടണം അല്ലേ. ഡിസ്കൗണ്ട് 3 രൂപയല്ലേ അയാൾ കൊടുത്തത്, അപ്പോൾ 35 രൂപയാണ്. ഡിസ്കൗണ്ട് ഒന്നും ഇല്ലെങ്കിൽ പേനയുടെ വില, ഒരു ഡിസ്കൗണ്ട് ഇല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പെൻ, പേനയുടെ വില എന്ന് പറയുന്നത് 35 രൂപയാണ്. അതെങ്ങനെ കിട്ടിയത്, അവർക്ക് കൊടുത്ത ഡിസ്കൗണ്ട് 3 രൂപയായിരുന്നു. അത്
അവരുടെ ടോട്ടൽ എക്സ്പെൻസിന്റെ 32 രൂപയാണ് ചിലവായത്. 3 രൂപ ഡിസ്കൗണ്ടും കിട്ടി. അപ്പോൾ അത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 35 രൂപ. അപ്പോൾ അവർക്ക് 35 രൂപ കൊടുക്കണമായിരുന്നു 5 പേനയ്ക്ക്. പക്ഷെ 5 പേന ഒരുമിച്ച് വാങ്ങിയത് കൊണ്ട് കടക്കാരന് 3 രൂപ ഡിസ്കൗണ്ട് കൊടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പം കിട്ടി. ഡിസ്കൗണ്ട് ഒന്നും ഇല്ലെങ്കിൽ പേനയ്ക്ക് 35 രൂപ ആകും. ഇങ്ങനെയാണെങ്കിൽ എത്ര പേന അവർ വാങ്ങിയിട്ടുണ്ടാവും? എങ്ങനെ കിട്ടും? അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് ഓഫ് 1 പെൻ, ഒരു പേനയുടെ വില എന്ന് പറയുന്നത് എത്രയായിരിക്കും? മൊത്തം 35 രൂപയാണ് പേനക്ക്. ഡിസ്കൗണ്ട് ഒന്നും ഇല്ലാതെ പേനക്ക് 35 രൂപയാണ് വില. എത്ര പേന അവർ വാങ്ങിച്ചു? 5 പേന വാങ്ങിച്ചു. 35നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 7. അപ്പം എത്ര പേനയാണ് അവർ വാങ്ങിച്ചത്? 7 പേന. 7 പെൻ. 7 പേനയാണ് അവർ വാങ്ങിച്ചത്. ഇനി ശരിയാണോ നോക്കാം. 7 പേനയ്ക്ക് ഒരു പേനയ്ക്ക് 7 രൂപ, 7 റുപ്പീസ്. ഒരു പേനയുടെ വില 7 രൂപയായിരുന്നു. ഇനി നോക്കിയേ, 5 പേന വാങ്ങിച്ചു. ഒരു പേനയുടെ വില 7 രൂപ. അപ്പോൾ 5 × 7 5 × 7 35. 3 രൂപ കടക്കാരൻ ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പോൾ 32. അവരുടെ ടോട്ടൽ എക്സ്പെൻസ് 32. ശരിയാണല്ലോ. ഇതാണ് ഫസ്റ്റ് പ്രോബ്ലം. അപ്പോൾ അനിതയും ഫ്രണ്ട്സും കൂടി 5 പേന വാങ്ങിച്ചു. 3 രൂപ ഡിസ്കൗണ്ട് കിട്ടി. അപ്പോൾ 32 രൂപ അവർ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഡിസ്കൗണ്ട് ഒന്നും ഇല്ലാതെ പേനയുടെ വില നമ്മൾ എത്രയാണ് പറഞ്ഞത്? 32ൻ്റെ കൂടെ 3 കൂട്ടി, അവർക്ക് കൊടുത്ത ഡിസ്കൗണ്ട് കൂട്ടി 35 രൂപ. മൊത്തം 5 പേനയാണ് വാങ്ങിച്ചത്. അപ്പോൾ 32 ഡിവൈഡഡ് ബൈ 5 ചെയ്തപ്പോൾ 7 രൂപ. ഒരു പേനയ്ക്ക് 7 രൂപയാണെന്ന് കിട്ടി. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ is 25 meter and one of its side is 5 meter. How many meters is the other side? എന്താ ക്വസ്റ്റ്യൻ? ഒരു ചതുരത്തിന്റെ ചുറ്റളവ് 25 മീറ്റർ. ഒരു വശം 5 മീറ്റർ. മറ്റേ വശം എത്ര മീറ്റർ ആണ്? അപ്പൊ ചതുരത്തിന്റെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ, ചതുരത്തിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 25 മീറ്റർ ആണ് പറഞ്ഞിട്ടുണ്ട്. 25 മീറ്റർ ആണ് ചതുരത്തിന്റെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? And one of its side is 5 meter. ഒരു സൈഡ് 5 മീറ്റർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. സൈഡ് അല്ലെങ്കിൽ വശം, ഒരു വശം എന്ന് പറയുന്നത് 5 മീറ്റർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മളത് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? മറ്റേ വശം എത്ര മീറ്റർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ചതുരത്തിന്റെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? 2 × L + B. ഇതാണല്ലോ ചതുരം അല്ലെങ്കിൽ ചതുരത്തിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 2 × L + B. 2 × ലെങ്ത് + ബ്രെഡ്ത്ത്. ഇത് എത്രയെന്ന് കിട്ടി നമുക്ക്? പെരിമീറ്റർ 25 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഇനി ഒരു വശം ലെങ്തോ ബ്രെഡ്ത്തോ ഏതോ ഒരു വശമാണ് തന്നിട്ടുണ്ട്. അത് 5 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് ലെങ്ത് ആയിട്ട് എടുക്കാം. എല്ലിൻ്റെ സ്ഥാനത്ത് ഒരു വശം എന്ന് പറയുന്നത് ലെങ്ത് ആയിട്ട് എടുക്കാം. ഏതെങ്കിലും ഒന്ന് ലെങ്തോ ബ്രെഡ്ത്തോ ആയിട്ട് എടുക്കാം. ഞാൻ ലെങ്ത് ആയിട്ട് എടുക്കുകയാണ്. അപ്പം തന്നിരിക്കുന്ന വശം ലെങ്ത് ആണ്. അപ്പം ഞാൻ ലെങ്ത്തിൻ്റെ അവിടെ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 5 + B 25 മീറ്റർ. നമുക്ക് പ്രോബ്ലം ചെയ്യാലോ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ ബ്രാക്കറ്റിന് ഔട്ട് സൈഡിലുള്ള ഈ 2നെ നമ്മൾ ബ്രാക്കറ്റിനുള്ളിൽ 2നെ വെച്ചിട്ടും മൾട്ടിപ്ലൈ ചെയ്യണം. ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ തന്നിട്ട് പുറത്ത് മൾട്ടിപ്ലിക്കേഷൻ സൈൻ ആണെങ്കിൽ ബ്രാക്കറ്റിനുള്ളിലുള്ളതിനെ വെച്ച് 2നെയും ചെയ്യണം. അപ്പം ആദ്യം തന്നെ 2 × 5 10. ദെൻ 2 × B ആണല്ലോ. ഇപ്പം എന്ത് വരും? അതിൻ്റെ ഇടയിലുള്ള സൈൻ ഏതാ? പ്ലസ് 2 × B 2B = 25 മീറ്റർ.
നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇനി ചെയ്യാലോ. 25 മീറ്റർ ആണ്. ദെൻ ഈ 2b അവിടെ തന്നെ നിർത്തുക. അവിടെ ഒരു വേരിയബിൾ ഉണ്ട്, നമുക്ക് അറിയില്ല എന്താണെന്നും അറിയില്ലാത്തതുകൊണ്ട് ആ 2bനെ അവിടെ തന്നെ നിർത്താം. റൈറ്റ് സൈഡിൽ 25 ഉണ്ട്, വലത് വശത്ത് 25 ഉണ്ട്. ഇവിടെ ഒരു 10 ഉണ്ട്. ഇത് എന്ത് 10? +10 ആണല്ലോ. ഈ +10നെ വലത് സൈഡിലേക്ക് കൊണ്ടുപോകാം. റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തായി? -10 ആയി. അപ്പോൾ 25 10 പോയാൽ 25 - 10 15. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? 2b എന്ന് പറയുന്നത് 15 ആണെന്ന് കിട്ടി. ഇനി 2b ആണ് 15 കിട്ടിയത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബിയുടെ മാത്രം ഇതല്ലേ. അപ്പോൾ ബി എന്ത് കിട്ടും? ഈ 2b എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തത്? 2 × b ആണ് 2b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെ ഒരു നമ്പർ 2x എന്നോ 3y എന്നോ ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഇതിൻ്റെ അടുക്കുള്ള സൈൻ ഏതാണ്? മൾട്ടിപ്ലിക്കേഷൻ സൈനാണ്. അപ്പോൾ 2b എന്ന് പറഞ്ഞാൽ 2b = 15 എന്ന് പറഞ്ഞാൽ 2 × b = 50. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ b ആണല്ലോ. ആ ബിയെ അവിടെ നിർത്തുക. ഇനി 15 ഉണ്ട് റൈറ്റ് സൈഡിൽ. നമ്മളിവിടെ പഠിച്ചതനുസരിച്ച് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ, അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷൻ ആവും. അപ്പോൾ 15 ഒന്നല്ലെങ്കിൽ ഇങ്ങനെ എഴുതുക 15/2, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന പോലെ 15/2. 15/2 എത്രയാണ്? 7 2 14. 7 × 2 14. 5 4 പോയ 1 പോവില്ലല്ലോ. 1 2. അപ്പോൾ പോയിന്റ് ഇട്ടെടുത്തു 10. ഇനി പോവല്ലോ 5 × 2 10. അല്ലെങ്കിൽ 15ന്റെ പകുതി എത്രയാണ് നിങ്ങൾക്ക് അറിയെങ്കിൽ അങ്ങനെ എഴുതാം. 7.5. അപ്പോൾ ഒരു വശം 7.5 എന്ന് കിട്ടി. ഇതാണല്ലോ നമ്മളത് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 7.5 എന്ന് കിട്ടി. ഇനി ശരിയാണോ നോക്കാം. 2 × L 5 + 7.5 എത്ര കിട്ടണം? 25 കിട്ടണം. കിട്ടുമോ നോക്കാം. ആദ്യം തന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. 2 × 5 10. 2 × 7.5 എന്തായിട്ട് കിട്ടി? 15. 10 + 15 25. നമുക്ക് കിട്ടിയ ചുറ്റളവ് എത്രയാണ്? 25 മീറ്റർ. അപ്പോൾ ഒരു വശങ്ങൾ ഏതൊക്കെയാണ്? ഒരു വശം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു 10 ആണ്. മറ്റേ വശം എത്രയാണ്? 7.5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറയുന്നത്. In each of the problem below, the result of doing some operation on a number is given. Find the number. ചുവടെയുള്ള കണക്കുകളിലെല്ലാം ഒരു സംഖ്യയിൽ ചില ക്രിയകൾ ചെയ്തതിന്റെ ഫലം പറഞ്ഞിരിക്കുന്നു. ഓരോന്നിലും സംഖ്യ കണ്ടുപിടിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 3 added to double is 101. 101. 2 മടങ്ങിനോട് 3 കൂട്ടിയപ്പോൾ 101. അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏതെന്നാണ് ചോദിച്ചത്. ഇപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? ഏതോ ഒരു സംഖ്യയുടെ 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ 2 × ആ സംഖ്യ. ഏതോ ഒരു സംഖ്യയുടെ 2 മടങ്ങ്. നമുക്ക് സംഖ്യ അറിയില്ല, അതുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. ആ സംഖ്യയുടെ 2 മടങ്ങിനോട് എത്ര കൂട്ടി? 3 added 3 കൂട്ടി. അപ്പോൾ എത്ര കിട്ടി? 101 കിട്ടി. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ പാർട്ടിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഏതോ ഒരു നമ്പറിൻ്റെ 2 മടങ്ങിനോട് 3 കൂട്ടിയപ്പോൾ 101 കിട്ടി. 3 added to double is 101. ഞാൻ കണ്ടുപിടിക്കും. ഇത് നമുക്കറിയില്ല. ദെൻ അതിനവിടെ തന്നെ നിർത്തുക. 2 × ആ നമ്പർ = റൈറ്റ് സൈഡിൽ 101 ഉണ്ട്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ എന്താ? പ്ലസ് മൈനസ് ആവും. -3. അപ്പോൾ എത്ര കിട്ടി? 99 എന്ന് കിട്ടി. സോറി, 98 അല്ല, 101 3 പോയി കഴിഞ്ഞാൽ 98. 98 കിട്ടി. 101 - 3 98 എന്ന് കിട്ടി. ഇനി എന്താണ്? ഏതോ ഒരു നമ്പറിന്റെ ഡബിൾ ആണ് ഈ 98 എന്ന് പറയുന്നത്. അപ്പൊ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അതവിടെ നിർത്തുക.
98. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് സൈൻ എങ്കിൽ അപ്പുറത്തേക്ക് വരുമ്പോൾ ഡിവിഷൻ ആവും. 98/2. 4 × 2 8. 9 × 2 8. നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കിയാലും മതി. 98/2. 4 × 2 8. 9 - 8 1 18. 9 × 2 18. എന്ത് കിട്ടി നമുക്ക്? 49 കിട്ടി. ഇനി നോക്കാൻ ശരിയാണോ എന്ന്. ഏതോ ഒരു നമ്പർ എന്നുള്ളത് നമുക്ക് 49 കിട്ടി. അപ്പോൾ 2 × 49 + 3 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടുമോ? 101 കിട്ടുമെന്നാണ് നോക്കേണ്ടത് അല്ലേ. ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ ഇങ്ങനെയൊക്കെ ഒരു ക്രിയയിൽ വരികയാണെങ്കിൽ ആദ്യം നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് വേണം അഡീഷൻ ചെയ്യാനായിട്ട്. ഗുണനം ചെയ്തിട്ട് വേണം എന്ത് അഡീഷൻ ചെയ്യാനായിട്ട് അഥവാ കൂട്ടാനായിട്ട്. അപ്പോൾ 2 × 49 എത്രയായിട്ട് കിട്ടും? 49 × 2 ആണ് 98 അല്ലേ. അപ്പോൾ 98 + 3 101 കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ ശരിയാണ്. നമ്മുടെ ആൻസർ എത്രയാണ്? 49. ഞാൻ എൻ്റെ അകത്തുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ. 2 added to triple is 101. ഏതോ ഒരു സംഖ്യയുടെ 3 മടങ്ങിനോട് 2 കൂട്ടിയപ്പോൾ 101 കിട്ടി. ഏതോ ഒരു സംഖ്യയുടെ 2 മടങ്ങിനോട് 3 മടങ്ങിനോട് 2 കൂട്ടിയപ്പോൾ 101 കിട്ടി. നമ്മൾ അങ്ങനെ എഴുതി. ഏതോ ഒരു സംഖ്യ അതിൻ്റെ 3 മടങ്ങിനോട് 2 കൂട്ടി 101 കിട്ടി. നേരത്തെ ചെയ്ത പോലെ ഇതിനവിടെ തന്നെ നിർത്തുക. 3 × നമുക്ക് അറിയാത്ത നമ്പർ 101. ഇത് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ +2 -2. ഇതനുസരിച്ച് കിട്ടി 99. ഇനി 3 × ആ നമ്പറാണ് 99. ഞാൻ നമ്പറിനെ അവിടെ നിർത്താം. ഈ മൾട്ടിപ്ലൈഡ് ബൈ 3 എന്നാണല്ലോ ഇവിടെ ഉള്ളത്. മൾട്ടിപ്ലിക്കേഷൻ സൈൻ ആണുള്ളത്. അത് റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 3. അപ്പോൾ എന്ത് കിട്ടും? 99/3 ചെയ്ത് നോക്കുക. ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. 3 × 3 9. ദെൻ വീണ്ടും 9 വരും. 3 × 3 9. അപ്പോൾ എന്ത് കിട്ടി? 33. നമ്പർ എത്രയായിട്ട് കിട്ടി? 33 ആയിട്ട്. ഇനി ശരിയാണോ നോക്കാം. 3 × 33 +2. ഒരു നമ്പറിൻ്റെ 3 മടങ്ങിനോട് 2 കൂട്ടി. 3 × 33 99 +2 101 101 കിട്ടി. ഇതാണ് പ്രോബ്ലം. ഇനി മൂന്നാമത്തെ പ്രോബ്ലം. 3 subtracted from double is 101. ഒരു സംഖ്യയുടെ 2 മടങ്ങിൽ നിന്ന് 3 കുറച്ചപ്പോൾ 101 കിട്ടി. ഇതുപോലെ തന്നെ ഒരു സംഖ്യയുടെ 2 മടങ്ങ് 2 × ആ സംഖ്യ, അതിൽ നിന്ന് 3 subtracted 3 കുറച്ചു. എത്ര കിട്ടി? 101 101 കിട്ടി. സംഖ്യ ഏതെന്നാ ചോദിച്ചേക്കുന്നത്. ഞാൻ കണ്ടുപിടിക്കും? നമുക്കറിയില്ല. അതവിടെ തന്നെ നിർത്താം. 2 × ആ നമ്പർ അറിയാത്ത അൺനോൺ നമ്പറാണ്. വലത് സൈഡിൽ 101. ഇവിടെ -3 ആണ്. അത് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ +3. അപ്പം എന്ത് കിട്ടും? 104 കിട്ടി. അപ്പോൾ ഏതോ ഒരു നമ്പറിൻ്റെ ഡബിൾ ആണ് ഈ 104. ഏതോ ഒരു നമ്പറിൻ്റെ 2 മടങ്ങാണ് 104. അപ്പോൾ നമ്പർ കിട്ടാനായിട്ട് 104 104. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ വലതുവശത്തേക്ക് പോകുമ്പോൾ ഡിവിഷൻ ഹരിക്കാനാവും. 104/2 ചെയ്ത് നോക്കിക്കോളൂ. 104/2 5 × 2 10. 4 ഇറക്കി എഴുതുക. 2 × 2 ആണ് 4. ഇപ്പം എത്ര കിട്ടി? 52 കിട്ടി. ഇനി ശരിയാണോ നോക്കാം. ഏതോ ഒരു നമ്പർ എന്നുള്ളത് നമുക്ക് 52 കിട്ടി. അതിൻ്റെ 2 മടങ്ങാണ് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ 2 × 52 എത്ര കിട്ടും? 52 × 2 ആണ് 104. അതിൽ നിന്ന് 3 മൈനസ് ചെയ്തു. നമുക്ക് എത്ര കിട്ടും? 101
അപ്പോൾ കിട്ടിയ ആൻസർ ശരിയാണല്ലോ. എത്രയാണ്? 52, 52. ഇനി അതിൻ്റെ അകത്ത് നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. 2 subtracted from triple is 101. 3 മടങ്ങിൽ നിന്ന് 2 കുറച്ചപ്പോൾ 101 കിട്ടി. ഏതോ ഒരു സംഖ്യയുടെ 3 മടങ്ങ്, അതിൽ നിന്ന് 2 കുറച്ചപ്പോൾ 101 കിട്ടി. അപ്പം എങ്ങനെ കിട്ടും? നമുക്കറിയാത്തത് അവിടെ തന്നെ നിർത്താം. 3 × 3 മടങ്ങ് ഓഫ് ഒരു അൺനോൺ നമ്പർ, അറിയാത്ത നമ്പർ. 101 റൈറ്റ് സൈഡിലുണ്ട്. ഇതപ്പുറത്തേക്ക് പോകുമ്പോൾ +2, -2 റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ +2 ആയി മാറി. 103 വരും. ഇനി 3 × ആ നമ്പർ എന്നറിയുന്നതാണ് 103. ഏതോ ഒരു നമ്പറിൻ്റെ 3 മടങ്ങാണ് 103. അങ്ങനെയാണെങ്കിൽ നമ്പർ കണ്ടുപിടിക്കാനായിട്ട് അത് അവിടെ തന്നെ നിർത്താം. 103. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ, റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഡിവിഷൻ. 103/3 എത്ര കിട്ടും? 103 ഡിവൈഡഡ് ബൈ 3. 103 ഡിവൈഡഡ് ബൈ 3. 3 × 3 9. 10 ൽ 9 പോയാൽ 1, 13. 4 × 3 12. 3 - 2 1. പോയിന്റ് ഇട്ട് കൊടുക്കുക 10. വീണ്ടും 3 3 9. അപ്പം എന്ത് വരും? 34.33 എന്ന് വരും. ആൻസർ 34.33 എക്സെട്ര. ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ കിട്ടുന്നത്. ഇനി അതിൻ്റെ അകത്ത് നാലാമത്തെ ക്വസ്റ്റ്യൻ. ഇപ്പം നമ്മൾ മൂന്നാമത്തേൽ 4 സെറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇനി 4th ക്വസ്റ്റ്യൻ. Half a number added to the number gives 111. What is the number? ഒരു സംഖ്യയോട് അതിൻ്റെ പകുതി കൂട്ടിയപ്പോൾ 111 കിട്ടി. സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ സംഖ്യ എന്ന് പറയുന്നത് നമ്പർ ഞാൻ എക്സ് ആയിട്ട് എടുത്തു. ഹാഫ് ഓഫ് എ നമ്പർ, ആ നമ്പറിൻ്റെ പകുതി എന്ന് പറയുന്നത് x/2 ആണല്ലോ. x/2. ഇപ്പം 4 ആണെങ്കിൽ, ഞാൻ എടുത്ത നമ്പർ 4 ആണെങ്കിൽ 4ൻ്റെ പകുതി എന്ന് പറയുന്നത് 4/2 അഥവാ 2 ആണ്. ഇതുപോലെ ഞാൻ എടുത്തു ഒരു നമ്പറും അതിൻ്റെ പകുതിയും. അപ്പം എന്നിട്ട് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. x + x/2 എത്ര കിട്ടണം? 111 കിട്ടണം. എങ്കിൽ ഈ എക്സ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പം ഇനി ഇതെങ്ങനെ ചെയ്യാം? LCM എടുത്ത് ചെയ്യാം അല്ലേ? LCM എത്ര വരും? 2. ഇനി ഇവിടെ അടിയിൽ ഡിനോമിനേറ്റർ 2 ആവണമെങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ എക്സിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമല്ലോ. x × 2 2x പ്ലസ് LCM കാണാനൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ടാവും. ഇതുപോലെ ചെയ്യുക. ദെൻ 2 ആവാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം, അപ്പോൾ എക്സിന് ഒരു പ്രാവശ്യം = 111. ഇനി കിട്ടുമല്ലോ 3x/2 = 111 എന്ന് കിട്ടും. 3x കിട്ടിയതിന് ഒരു 2x + x 3x, 2xും 1xും കൂടി കൂട്ടിയപ്പോൾ 3x കിട്ടി. ഇനി എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ 3x/2 = 111. ഇത് നമ്മൾ ഇങ്ങനെ എഴുതിയാലോ? 3x / 2 111. ഇനി ഇത് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ. 300 / 2 = 111. അതുതന്നെയാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഇങ്ങനെ എഴുതിയത് ഞാൻ ഇതുപോലെ എഴുതി. ഇനി ചെയ്യാലോ? 3xനെ അവിടെ തന്നെ നിർത്തുക. ഇവിടെ 111. ഇവിടെ ഹരിക്കാനാണ് ഉള്ളത്, /2 ആണുള്ളത്. റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ multiplied/2. അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക.
3x അവിടെ തന്നെ നിർത്തുക. നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവാനാണ് ഞാൻ ഇതുപോലെ എടുത്ത് എഴുതിയത്. അപ്പോൾ എന്ത് കിട്ടും? 222. അപ്പോൾ 3x എന്ന് പറയുന്നത് 222 കിട്ടി. അങ്ങനെയാണെങ്കിൽ എക്സ് എത്രയായിരിക്കും? ഇനി 3x എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതുക? 3 ഇൻറ്റു എക്സ് ആണ് 3x, 222. അതിനുള്ള എക്സ് എങ്ങനെ കണ്ടുപിടിക്കും? എക്സ് എന്ന് പറയുന്നത് 222 ഡിവൈഡഡ് ബൈ 3. എങ്ങനെ കിട്ടും? ചെയ്ത് നോക്കുക. 222 ഡിവൈഡഡ് ബൈ 3. 2 പോയില്ല, 22. 7 into 3 21. 2 minus 1 1 12. 4 into 3 12. 0. അപ്പോൾ എത്ര കിട്ടി? 74. അപ്പോൾ നമുക്ക് എക്സ് എത്രയായിട്ട് കിട്ടി? 74 ആയിട്ട് കിട്ടി. ഇനി നോക്കാം ഈ 74 വെച്ചിട്ട് ചെയ്ത് നോക്കി നമുക്ക് ആൻസർ കിട്ടുമെന്ന്. നമ്പർ 74 പ്ലസ് 74/2. 74ൻ്റെ ആ നമ്പറിൻ്റെ പകുതി കൂടി ആഡ് ചെയ്യണം. 74/2 എത്രയാണ്? ചെയ്ത് നോക്കാം. 2 3 into 2 6 14. 7 into 2 14. അപ്പോൾ 37 ആണ് അല്ലേ? അപ്പോൾ 74 പ്ലസ് 37 74 പ്ലസ് 37 എത്ര കിട്ടും? 7 4 10 1 7 3 11 7 4 11 സോറി 7 4 7 4 11 1 1 7 3 11 11 111. ഇത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുക. 74 പ്ലസ് 37 7 4 11 1 7 3 11 11 111 കിട്ടണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ആൻസർ 74 74. അടുത്ത ക്വസ്റ്റ്യൻ, 5th question. A piece of folk math. A child asked a flock of birds, "How many are you?" A bird replied, "We and us again, with half of us and half of that, with one more, would make 100. How many birds were there?" ഒരു കടങ്കഥ പോലുള്ള ക്വസ്റ്റ്യൻ ആണ്. പഴയൊരു കണക്കാണ്. പക്ഷിക്കൂട്ടത്തോട് കുട്ടി ചോദിച്ചു, "നിങ്ങൾ എത്ര പേര്?" പക്ഷി പറഞ്ഞു, "ഞങ്ങളും ഞങ്ങളോളവും ഞങ്ങളിൽ പകുതിയും അതിൽ പകുതിയും ഒന്നും ചേർന്നാൽ 100 ആകും. എത്ര പക്ഷികൾ ഉണ്ടായിരുന്നു?" ഒരു കടങ്കഥ പോലുള്ള ക്വസ്റ്റ്യാണ്. അപ്പോൾ പക്ഷി ആദ്യം പറഞ്ഞത് എന്താ? ഞങ്ങളും. അത് ഞാൻ എക്സ് ആയിട്ട് എടുത്തു. പിന്നെന്താ പറഞ്ഞത്? വി ആൻഡ് എസ് എഗെയിൻ. ഞങ്ങളും ഞങ്ങളോളവും. അപ്പം അത്രയും തന്നെ ഉണ്ടെന്നല്ലേ? അപ്പം അവരും അവരുടെ അത്രയും. ഇനി ഞങ്ങളിൽ പകുതിയും. അപ്പം ഞങ്ങൾ എക്സ് ആണെങ്കിൽ ഞങ്ങളിൽ പകുതി എന്ന് പറയുന്നത് x/2 പ്ലസ് അതിൽ പകുതിയും x/2ൻ്റെയും പകുതി. x/2ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ കിട്ടും? x/2ൻ്റെ പകുതി. അപ്പം ഇങ്ങനെ വരും. ഇത് വിൽക്രമം എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യല്ലേ നമ്മൾ ചെയ്യുക. x/2 ഇൻറ്റു 1/2. അപ്പം എന്ത് വരും? x ഇൻറ്റു 1 എക്സ് x/4. അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയാൽ മതി. 1ൻ്റെ പകുതി 1/2. 1/2ൻ്റെ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4 കാല്. 1 അര കാല് അങ്ങനെയല്ലേ? അപ്പോൾ x/4. അപ്പോൾ ഞങ്ങൾ ഞങ്ങളോളവും ഞങ്ങളിൽ പകുതിയും അതിൽ പകുതിയും. അപ്പോൾ x/4 അതിൽ പകുതിയും ഒന്നും ചേർന്നാൽ 100 ആകും. അതിൻ്റെ കൂട്ടത്തിൽ ഒരാളും കൂടി ഉണ്ട്. അതും കൂടി ചേർന്ന് എത്രയാവും? 100 ആവും. ഇനി എങ്ങനെ കണ്ടുപിടിക്കും? ഈ എക്സും ഈ എക്സും നമുക്ക് കൂട്ടാലോ. x + x 2x. അടിയിൽ ഡിനോമിനേറ്റർ ഒന്നും ഇല്ലാതെ വന്ന എക്സ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ കൂട്ടിയത്. ഇതിന് എന്ത് ചെയ്യണം? LCM എടുത്തിട്ട് കൂട്ടണം. x/2 പ്ലസ് x/4. ഇതിൻ്റെ LCM എത്ര വരും? 4 അല്ലേ? ദെൻ 4 ആവാൻ വേണ്ടി ഇവിടെ എത്ര മൾട്ടിപ്ലൈ ചെയ്യണം? 2 ചെയ്യണം. അടിയിൽ 2 ചെയ്ത് കഴിഞ്ഞാൽ മുകളിലും 2 ചെയ്യണം. അപ്പോൾ എന്ത് വരും? 2x/4 പ്ലസ് 4 ആവാനായിട്ട് 1. അങ്ങനെയാണെങ്കിൽ ഇവിടെ 1 പോരെ? 2x + x പ്ലസ് എന്തുണ്ട് അവിടെ? 1 ഉണ്ട്. = 100. ഇങ്ങനെ കിട്ടും. ഇനി ഈ 2x
പ്ലസ് 2x പ്ലസ് 1x 3x 2x പ്ലസ് 1x 3x ബൈ 4 ഈക്വൽ ടു ഇട്ടിട്ട് റൈറ്റ് സൈഡിൽ 100 ഉണ്ട്. ഇവിടെ ഉള്ള ഈ 1 നമുക്ക് അപ്പുറത്തേക്ക് ഉണ്ടാവും. അപ്പോൾ എന്തായി +1 -1 ആയി. അപ്പോൾ എന്ത് വന്നു 99 ഇങ്ങനെ കിട്ടി. ഇനിയോ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, LCM എടുത്ത് ചെയ്യണം. LCM എത്ര കിട്ടും? 4 കിട്ടും. അടിയിൽ 4. ഇതിനെ 4 ആക്കാൻ വേണ്ടിയിട്ട് എത്ര വെച്ച് ചെയ്യണം? 1 × 4 ആണ് 4. വെറുതെ ഒരു നമ്പർ 2 അല്ലെങ്കിൽ x എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ എത്രയായിരിക്കും? 1 അല്ലായിരിക്കും. ഇതാണ് ഞാനിവിടെ 1 എടുത്തത് കേട്ടോ. അപ്പോൾ ഇവിടെയും 4 കൊണ്ട് ചെയ്യണം. അപ്പോൾ 2 × 4 8 8x പ്ലസ് ഇവിടെ 4 ആവാൻ വേണ്ടി 1 കൊണ്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇത് 1 4 8x പ്ലസ് 3x ഈക്വൽ ടു 99. ഇനിയോ 8x പ്ലസ് 3x 11x അല്ലേ? ഇവിടെ ചെയ്യാന്ന് 11x ബൈ 4 ഈക്വൽ ടു 99 അങ്ങനെ കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഈ 11xനെ ഇവിടെ നിർത്തണം. ഇവിടെ ഡിവൈഡഡ് ബൈ 4 എന്ന് 11x ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ 11x ഹരിക്കണം 4 എന്നാണല്ലോ. ഈക്വൽ ടു 99. 11xനെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 99 കിട്ടും. അപ്പോൾ ഇവിടെ ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നത് ഇത് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെ 99 റൈറ്റ് ഹാൻഡ് സൈഡിലുണ്ട്. ഇതെന്തായിട്ട് മാറും? മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. 4. അപ്പോൾ 11x ഈക്വൽ ടു 99 × 4 വരും. അപ്പോൾ എത്ര കിട്ടും? 99 × 4 എത്ര വരും? 9 4 36 3 9 4 36 പ്ലസ് 3 39 396 വരും. അപ്പോൾ 11x ഈക്വൽ ടു 396 എന്ന് കിട്ടി. ഇത് വായിക്കാലോ. 11x ഈക്വൽ ടു 396 എന്ന് കിട്ടിയല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ 11 × x എന്ന് പറയുന്നതാണല്ലോ ഈ 396 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ x എത്ര കിട്ടും? എക്സിൻ്റെ ഇവിടെ നിർത്താം. 396 11 മൾട്ടിപ്ലിക്കേഷൻ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷൻ ആവും. 396/11 എത്ര കിട്ടും? 396/11 എത്ര പ്രാവശ്യം പോവും? 3 പ്രാവശ്യം. 33 33 9 ൽ നിന്ന് 3 പോയാൽ 6 66 6 പ്രാവശ്യം 6 × 11 66. എത്ര ആൻസർ കിട്ടി? 36. അപ്പോൾ നമുക്ക് എത്ര കിട്ടി ആൻസർ? 36 എന്ന് കിട്ടി. ഇനി കണക്ക് പ്രോബ്ലം ശരിയാണോ നോക്കാമല്ലോ നമുക്ക്. ഞങ്ങൾ അപ്പോൾ എത്രയായി? 36. ഞങ്ങളോളവും 36 പ്ലസ് ഞങ്ങളിൽ പകുതിയും 36ൻ്റെ പകുതി എത്രയാണ്? 18 ആണല്ലോ. അതിൽ പകുതിയും 18ൻ്റെ പകുതി 9 പ്ലസ് 1 എത്ര കിട്ടണം? 100 കിട്ടണം. നോക്കാം 100 കിട്ടുമെന്ന്. 36 36 എത്ര കിട്ടും? 72 കിട്ടും. പ്ലസ് 9 1 10 10 18 28. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 8 2 10 1 7 2 9 1 10 100. ആൻസർ കിട്ടിയല്ലോ. ഇതാണ് ടെക്സ്റ്റ് ബുക്ക് 37 പേജ് നമ്പർ 37ലെ പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ബീജഗണിത രീതി അഥവാ ഓൾജിബ്രായിക് മെത്തേഡ് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഓൾജിബ്രായിക് മെത്തേഡ് അഥവാ ബീജഗണിത രീതി. അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം.